വിചാരിച്ചിട്ടാണല്ലോ അവസാനം ഈ പലരും ആത്മഹത്യ ചെയ്യുന്ന എന്തിനാണ്? അത് പല മാർഗ്ഗങ്ങൾ അവർ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നോക്കി എല്ലാം പരാജയപ്പെടുമ്പോഴാണല്ലോ അവർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചോദിക്കും ആത്മഹത്യ ഒരു പരിഹാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ പറയും അത് അയാളുടെ അവസാനത്തെ മാർഗ്ഗമാണ്. അത് വേറെ മാർഗ്ഗം ഇല്ലാതാകുമ്പോഴാണല്ലോ, മാർഗ്ഗം മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിൻ്റെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. ഈ ഡോക്ടർക്ക് സമ്മർദ്ദമുണ്ടോ ഈ പറയുന്ന പോലെ പ്രതികരണത്തിനടുക്കാൻ പോകരുത് എന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദം? ഒരിക്കലും ഇല്ല. ഇതുപോലെ ഇത്രയും എനിക്ക് തോന്നുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എങ്കിലും കുറച്ച് പേരെങ്കിലും എതിർക്കും എന്നുള്ളതാണ്. അത് ഒരാൾ പോലും എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സമാധാനകരമായ കാര്യം. ഒരാൾ ഒരു സൈഡിൽ നിന്ന് പോലും എനിക്ക് എതിർപ്പില്ല. ഏത് ജനങ്ങളിൽ നിന്നായാലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നുൾപ്പെടെ എല്ലാവരും എന്നെ നേരിട്ട് വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അതറിയാം. താങ്കളുടെ പ്രതികരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. BJP, കോൺഗ്രസ് അടക്കമുള്ളവ. ആ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അത്ര ഒരു വിമർശനം ഉന്നയിച്ചത്. അതാണ് എനിക്കുള്ള ഒരേ ഒരു അപേക്ഷ. കാരണം ഞാൻ എന്താണ് ചൂണ്ടിക്കാണിച്ചത് അത് പരിഹരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ ഇതിന് ആരോഗ്യവകുപ്പിനെ ആരെങ്കിലും മോശക്കാരൻ ആക്കി കാണിക്കുകയോ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയോ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കുകയോ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ആശുപത്രിയുടെ മുമ്പിൽ ധർണാ പ്രകടനം തുടങ്ങിയ പരിപാടികൾ നടപ്പിലാക്കുക, ഇതൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം, ഞാൻ എന്താണോ പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അത് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ദയവീത് അതിൽ നിന്ന് പിന്മാറുക. ഈ പ്രശ്നങ്ങൾ, ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പ് നാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇന്നും മാത്രമല്ല എന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. താങ്കളൊരു ഇടത് സഹയാത്രികരാണ്. താങ്കൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് ആരോഗ്യ മേഖലയെ കെട്ടിക്കാട്ടാൻ വടി നൽകിയെന്നൊക്കെയുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. താങ്കളുടെ സത്യസന്ധതയിലൊന്നും മുഖ്യമന്ത്രിക്ക് സംശയമില്ല, പക്ഷെ താങ്കളുടെ ഒരു ആയുധമായി മാറിയെന്നാണ് പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. അത് നമുക്കിപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ആരോഗ്യ മേഖലയ്ക്ക് അല്പം ഇടിച്ചിലുണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആരോഗ്യ മേഖലയുടെ വളർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലായിരിക്കും. പക്ഷേ ഒരാൾ സത്യം പറയുമ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ടോ, വിലക്കേണ്ടതുണ്ടോ? താങ്കൾ അത്രയും അഭ്യർത്ഥിച്ചിട്ടും നടപടി ഉണ്ടാവാത്തതുകൊണ്ടായിരുന്നില്ലേ താങ്കൾക്ക് തുറന്നു പറയേണ്ടി വന്നു? നേരത്തെ ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്, അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ അന്വേഷണം, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ എൻക്വയറി കമ്മിറ്റി തന്നെ അതിൻ്റെ ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിൻ്റെ കാരണം അവർ കൃത്യമായിട്ട് കണ്ടെത്തി. അത് കളക്ടറേറ്റിൽ ആ ഫയൽ മുടങ്ങിക്കിടന്നാണ്. 2 മാസം കളക്ടറേറ്റിൽ ഫയൽ മുടങ്ങിക്കിടന്നു എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അടിയന്തര ഫയൽ 2 മാസം എങ്ങനെയാണ് കളക്ടറേറ്റിൽ മുടങ്ങിക്കിടക്കുക? എന്നിട്ട് അന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കി അതേ രാത്രിയിൽ തന്നെ അത് സോൾവായി. അത് അവിടെ ചെന്ന് ഹൈദരാബാദ് വരെ പോയത് എങ്ങനെയാണ്? ഒറ്റ ദിവസം കൊണ്ട്. അതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന വേറെ ഒരു 30 ഡിഗ്രി ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞ വേറൊരു സാധനവും അന്ന് തന്നെ ഇന്നലെ എൻക്വയറി നടക്കുന്ന അതേ സമയത്ത് ആശുപത്രിയിൽ എന്നെ എത്തിച്ചു. എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ അപ്പം നടക്കുന്നത്? മാസങ്ങളും വർഷങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഈ നടപടികൾ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ശരിയാകുന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ? അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലേ ഇല്ല. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഓക്കെ, ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. തൻ്റേത് ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നു. പല കാര്യങ്ങളിലുമൊക്കെ മില്ലപ്പൊക്ക് നിൽക്കുന്നുണ്ട്, ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയാൽ ഇതെല്ലാം ഈ സിസ്റ്റം ക്ലിയർ ആവുമെന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്.